നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. തുടരെ 2 പരാജയങ്ങൾ രാജസ്ഥാൻ റോയൽസിന് തിരികെ വന്നേ പറ്റൂ. തുടരെ വമ്പൻ പരാജയങ്ങൾ 3 LSCക്ക് ഇനി എന്ത് മുന്നിലുള്ള വഴി? ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ 2 ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത്. വിജയത്തിൽ കുറഞ്ഞതൊന്നും കൊണ്ട് 2 ടീമും സംതൃപ്തമാവില്ല എന്നതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ ലക്നൌവിൽ തീ പറക്കുമെന്ന കാര്യം ഉറപ്പാണ്. LSCയെ സംബന്ധിച്ചിടത്തോളം അവർ ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ചില മാറ്റങ്ങൾ അവർക്ക് അനിവാര്യമാണ്. എന്ത് മാറ്റം അവർ വരുത്തുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ അവർ 3 വിദേശ താരങ്ങളെ മാത്രമാണ് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു പക്ഷേ നിക്കോളാസ് പൂർണ്ണ മാറ്റി മാത്യു ബ്ലീസ്കയെ ഈ ഒരു കളിയിൽ അവർ ഇറക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഓൾറൗണ്ടർ ഷഹബാസ് അഹമ്മദിനെ സിദ്ധാർത്ഥിന് പകരം ഇറക്കാൻ സാധ്യത. കാരണം അതുവഴി ബാറ്റിംഗ് ഒന്നുകൂടി ലെങ്തൻ ചെയ്തെടുക്കാൻ പറ്റിയേക്കും. ഇത്തരം ഒരു മാറ്റത്തിലേക്കുള്ള സാധ്യത ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ഭാഗത്തുണ്ട്. അപ്പോൾ അവരുടെ ഒരു പ്രബൽ 12 നോക്കിയാൽ മിച്ചൽ മാർഷ്, എയ്ഡൻ മർക്രം, ഋഷഭ് പന്ത്, ആയുഷ് ബദോനി, മാത്യു ബ്ലീസ്കെ അല്ലെങ്കിൽ നിക്കോളാസ് പൂറൻ്റെ ഫോം ഇപ്പോൾ വളരെ പരിതാപകരമാണ്. ദെൻ ഹിമ്മത് സിംഗ്, മുകുൾ ചൗധരി, സിദ്ധാർത്ഥ് അല്ലെങ്കിൽ ഷഹബാസ് അഹമ്മദ്. ദെൻ മുഹമ്മദ് ഷാമി, പ്രിൻസ് യാദവ്, ആവേഷ് ഖാൻ ഓർ മായങ്ക് യാദവ്, അതാണ് നമ്പർ 11. ദെൻ മോസിൻ ഖാൻ നമ്പർ 12. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന LSCയുടെ ഒരു പ്രോബബിൾസ്. അതേസമയം രാജസ്ഥാൻ റോയൽസിൻ്റെ ഭാഗത്ത് ഒരു ഫുള്ളി ഫിറ്റ് സ്ക്വാഡാണ്. അതിൽ നിന്ന് ആരെ ഉൾപ്പെടുത്തും, ആരെ മാറ്റും എന്നുള്ള ചോദ്യത്തിന് സന്ദീപ് ശർമ്മ തിരികെ എത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ബ്രിജേഷ് ശർമ്മ പുറത്തിരുത്തേക്കും. അപ്പോൾ അവരുടെ ഒരു പ്രോബബിൾ 12ലേക്ക് പോയാൽ യശസ്വി ജയ്സ്വാളും വൈഭവ് സൂര്യവംശിയും ചേർന്ന് ഓപ്പൺ ചെയ്യും. ദെൻ ധ്രുവ് ജുറൽ, റിയാൻ പരാഗ്, ഷിംറോൺ ഹെറ്റ്മയർ, ഡൊണോവൻ ഫെരീര, രവീന്ദ്ര ജഡേജ, ജോഫ്രെ ആർച്ചർ, രവി ബിഷ്ണോയ്, നാന്ദ്രെ ബർഗർ, യാഷ് രാജ്പുഞ്ച, പിന്നെ ബ്രിജേഷ് ശർമ്മ ഓർ സന്ദീപ് ശർമ്മ. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മികച്ചൊരു പോരാട്ടം പ്രതീക്ഷിക്കുന്നു. 2 ടീമിനും വിജയം അനിവാര്യമാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.